ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റാസൽ കെയ്മിലുള്ള ഒരു പെറ്റ് ഷോപ്പിലാണ്. ആനിമൽ ഹൗസ് LLC ആണ്. ഇപ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് നമുക്ക് നല്ല ഓഫറിൽ തരുന്നുണ്ട്. സ്ഥിരം കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് ഇപ്പോൾ വാട്ടമൊക്കെ ആയതുകൊണ്ട് കുറച്ച് പ്രൈസസ് കൂടുതൽ, പക്ഷെ അവർ നമുക്ക് പഴയ പ്രൈസസിൽ തന്നെ തരുന്നുണ്ട്. നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഫിഷ് ടാങ്കും വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫിഷ് ടാങ്ക് വാങ്ങിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഇതിൻ്റെ വാങ്ങിക്കണമല്ലോ. അപ്പോൾ നമ്മൾ എയറേഷനുള്ള ആ ഇതും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ അനിമൽ ഹൗസ് വരുന്നത് നമ്മുടെ റാസൽ കെയ്മ അൽനക്കിയിൽ റാക്ക് മോളിൻ്റെ ഒരടുത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ പോയപ്പോൾ തന്നെ കുറേ ഫിഷുകളും അതൊക്കെ ഉണ്ടായിരുന്നു, വാട്ടർ പ്ലാന്റ്സും. ഇപ്പോൾ ഗൈസ് ഇവിടെ പെറ്റ്സ് മാത്രമല്ല, പെറ്റ്സിനുള്ള സുവനിയേഴ്സ്, ടോയ്സ്, പിന്നെ പെറ്റ്സിൻ്റെ ഫുഡ്സ്, ഇതെല്ലാം ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഗൈസ് കുറേ ബേർഡ്സിനെ ഇവിടെ കണ്ടു. പിന്നെ തൊട്ട ഓപ്പോസിറ്റ് കേജിൽ കുറച്ച് പൂച്ചകളും ഉണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് കുറച്ച് നേരം പൂച്ചകളുടെ കൂടെ കളിച്ചിട്ട് നമ്മുടെ ഫിഷ് ഷോപ്പിങ്ങിക്ക് പോവാം. ഇപ്പോൾ ഗൈസ് ഇത് നമ്മുടെ കോയി ഫിഷുകളാണ്. ഇപ്പോൾ ഇവർ കോയി ഫിഷ് ടൈപ്പുകളിലാണ് വരുന്നത്. കുറേ കളേഴ്സിലുള്ള ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് കുറേ ക്യാറ്റ് ഫുഡാണ്. പിന്നെ കുറേ ക്യാറ്റ്സ്, ഡോഗ്സിൻ്റെയൊക്കെ സാധനങ്ങളുണ്ട്. പിന്നെ ഫിഷ് ഫുഡ് അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗൈസ് നമ്മൾ ഫിഷുകളുടെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഗോൾഡ് ഫിഷാണ്. പിന്നെ നമ്മൾ നേരെ പോയത് കുറേ വെറൈറ്റി ടൈപ്സ് ഓഫ് ഫിഷുകളുള്ളത് ആയിരുന്നു. ഞാൻ കുറേ ഇങ്ങനെ തട്ടി നോക്കി, കാരണം ആ ഫിഷുകളുടെ ഒരു റിയാക്ഷൻ കാണാമല്ലോ നമുക്ക്, നല്ല രസമാണ്. പിന്നെ ഇത് നമ്മുടെ അരാപ്പൈമയാണ് കേട്ടോ. ഷോപ്പിംഗ് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ടാങ്ക്, വൈറ്റ് കളറാണ്. പിന്നെ നമ്മൾ 2-3 ടൈപ്പ് ഫിഷ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ടാങ്കിന് ബാക്കിൽ ഒട്ടിക്കാൻ വേണ്ടി കുറച്ച് സ്റ്റിക്കർ കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിത് എങ്ങനെയാണ് അതൊന്ന് ശരിയാക്കി എടുക്കണം, ആ ഒരു ബിൽഡിങ് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ അക്വേറിയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് നടക്കാൻ പറ്റും. പിന്നെ അക്വേറിയത്തിൽ ഇത് നമ്മുടെ എയർ ഇടാനുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇതാക്കിയിട്ട് ഇത് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം, കാരണം ഇത് എന്നാലാണ് ഇതിന് എയർ കിട്ടുള്ളൂ. പിന്നെ ഈ സാധനം എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റിലേക്കുള്ളതാണ്. ഇതിങ്ങനെ പ്ലഗ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതാക്കാം. പിന്നെ ഇതിൽ 2 ടൈപ്സ് ഓഫ് ഇത് വരുന്നത്. ഇത് നമ്മുടെ ഫിൽറ്ററിനുള്ളതും ഇത് നമ്മുടെ ലൈറ്റിനുള്ളതുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സാധനം എപ്പോഴും പുറത്ത് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കണം, കാരണം ഇതിന്നാണ് എയർ കിട്ടുന്നത്. ഇങ്ങനെ തിരിച്ച് അപ്പോൾ നമ്മൾ ഈ ഒരു പോസ്റ്റർ നമ്മൾ ഇവിടെ ഒരു ബാഗിലുള്ള ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അക്വേറിയം. ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിച്ച ഫിഷുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഫിഷുകൾ എടുക്കാം. ആദ്യം നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന 3 എലിഫന്റ് ഇയർ ഗപ്പികളാണ്. പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന എനിക്കൊരു ടൈപ്പ് അറിയാത്ത ടൈപ്പ് ഫിഷുകളാണ്. ഓറഞ്ചും നിയോണും പിന്നെ ഒരു പിങ്ക് ഷെയ്ഡുമാണ് ഈ ഫിഷുകൾ വരുന്നത്. ഈ 2 ഫിഷുകളാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഗപ്പിക്കുട്ടികളും കൂടി ഉണ്ട്, നമ്മൾ മുന്നേ വാങ്ങിച്ച ഗപ്പികളുടെ ബ്രീഡായിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇതെല്ലാം ഇടുന്നത് നമുക്ക് കാണാം. നമ്മുടെ അക്വേറിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന മിനി ടൈപ്പ് ഫിഷിൻ്റെ പേര് നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.